എടാ, ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഹീറോ എന്ന് പറയണത് അവരുടെ അപ്പനാണ്. അപ്പന്മാർ ചെയ്യുന്ന എല്ലാം കാണിക്കണമെന്ന് പിള്ളേർക്കെല്ലാം വലിയ ആഗ്രഹമുണ്ടാവും. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മോൻ സണ്ണിയെ കണ്ടിട്ടില്ലേ? അതിൻ്റെ മൂത്തത് എനിക്കൊരു മോളുണ്ടായി, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നേച്ച് പറയുക, ഈ കലോത്സവത്തിന് ഒപ്പനയിൽ മണവാട്ടിയാവാൻ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേലായിരുന്നേ, അവളുടെ തള്ളയെ പോലെയാണ്. അപ്പോൾ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും പിന്നെ മറ്റ് ചിലവുകൾക്കൊക്കെ ആയിട്ട് ഒരു 200-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാനെടുത്ത വായ പറഞ്ഞു, കാശ് ചിലവില്ലാതെ മണവാട്ടി ആയാൽ മതി. കൊച്ചൊരുപാട് കരഞ്ഞു. അവളെ തള്ളയും ഒരുപാട് പറഞ്ഞു നോക്കി. കൊച്ചൊരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തുകൂടെ? ഞാൻ അന്ന് ഇറക്കീസാണ്, ഞാൻ കൊടുത്തില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറിവെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടി അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പോകുന്ന പോക്കിന് അവരുടെ ഓട്ടോറിക്ഷയിലൊരു പ്രൈവറ്റ് ബസ് വന്നിടിച്ചു. എൻ്റെ കൊച്ച് ഒരു ദിവസം ബോധമില്ലാതെ ICUവിൽ കിടന്നു. ഞാൻ ചങ്കം തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ചോദിക്കുക, അപ്പം അന്ന് ആ രൂപ വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വല്ലതും വരുമായിരുന്നു എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് എൻ്റെ കൊച്ച് പോയടവേ. അതിൽ പിന്നെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങളൊന്നും പോകത്തില്ല. നാട്ടുകാരോ കൂട്ടുകാരൊക്കെ വിളിച്ചാൽ ഞാൻ എന്നായെങ്കിലും പറഞ്ഞ ഒഴിവാകും. എനിക്ക് ഈ മണവാട്ടിമാരെ കണ്ടു നിൽക്കാൻ പറ്റില്ല. എൻ്റെ